ഹലോ മക്കളെ, ഷമീം സാറാണ്. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങളും തീർത്തരാൻ വേണ്ടിയിട്ടാണ് ഷമീം സാർ വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ അവസാനം വരെ കാണുക. ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്ന ഡേറ്റ് ഓൾറെഡി എല്ലാവർക്കും അറിയാം. 24/5/2025 24-ാം തീയതി നമ്മുടെ ട്രയൽ അലോട്ട്മെൻറ്റ് വരും. ഒരുപാട് കുട്ടികൾ പെട്ടെന്ന് പെട്ടെന്ന് വായിച്ചു നോക്കാതെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫൈനൽ കൺഫർമേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള മക്കൾക്ക് എല്ലാവർക്കും എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നത് ഈ ഒരു ഡേറ്റിലാണ്, 24-ാം തീയതിയാണ്. അപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള എല്ലാ വിവരങ്ങളും A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ ഒന്നുകൂടെ വിലയിരുത്തിയിട്ട് എന്ത് ചെയ്യാം, തെറ്റാണെങ്കിൽ അതൊക്കെ തിരുത്തുവാനും അതുപോലെ സ്കൂളുകളും കോമ്പിനേഷനും കൊടുത്തതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ മാറ്റാനുള്ള സമയമാണ് നമ്മുടെ ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് കരുതി പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലാണ് നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയോ ഇല്ലയോ എന്നുള്ള ഉറപ്പിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ 2-ാം തീയതിയാണ് നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത്. നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത് എന്താണ്, 2-ാം തീയതിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സീറ്റ് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യം. അതിന് നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം നിങ്ങളുടെ ഏകദേശമുള്ള റാങ്ക് ലിസ്റ്റൊക്കെ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ അറിയാൻ വേണ്ടി കഴിയും. അതിനനുസരിച്ച് നിങ്ങൾക്കിപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റിൽ യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നൊക്കെയാണ് എഴുതി കാണിക്കുന്നതെങ്കിൽ നമ്മുടെ ഓരോ സ്കൂളിലെയും നമ്മുടെ റാങ്ക് എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ള അവസരമൊക്കെ ഉണ്ടാവും. അതൊക്കെ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഷമീം സാർ കാണിച്ചു തരുന്നുണ്ട്. അതിനനുസരിച്ച് നിങ്ങളുടെ എന്താ പറയുക, ആ ഒരു കോഴ്സുകളുടെ അതുപോലെ സ്കൂളുകളുടെ ഒരു പ്രയോറിറ്റി ഓർഡർ ഒന്ന് മാറ്റിയാൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ഫസ്റ്റ് ട്രയൽ അലോട്ട്മെന്റ് വരുന്ന ദിവസം അല്ലേ, ട്രയൽ അലോട്ട്മെന്റ് വരുന്ന ദിവസം നിങ്ങളുടെ ആ ഒരു എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ആ ഒരു ലിങ്ക് വഴി നിങ്ങൾ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്ന് ഒന്നുകൂടെ ഉറപ്പുവരുത്തണം. അതായത് ക്ലബ്ബുകളുടെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണെങ്കിൽ എന്താ പറയുക, നമ്മുടെ ലോഗിൻ ID ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുത്തിട്ടുള്ള നിങ്ങളുടെ പേരും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും ഇതൊക്കെ തിരുത്താൻ പറ്റുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. എന്തെല്ലാം തിരുത്താനുണ്ടോ അത് കംപ്ലീറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ തിരുത്തിയിട്ടുണ്ടാവണം, ഫൈനൽ കൺഫർമേഷൻ നടത്തിയിട്ടുണ്ടാവണം. 2-ാം തീയതി നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരും എന്നതുകൊണ്ട് തന്നെ മിക്കവാറും ഇതൊരു 2 ദിവസമൊക്കെ ഓപ്പൺ ആക്കുള്ളൂ. മാക്സിമം പോയ 28-ാം തീയതി വരെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. മാക്സിമം പോയാൽ 28. അതിന് മുൻപേ തന്നെ ചിലപ്പോൾ ആ ഒരു സൗകര്യം അവർ നിർത്തലാക്കും. കാരണം 2-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരാനുള്ളതാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു 4 ദിവസം മുമ്പ് തന്നെ എന്തായാലും ഇത് ക്ലോസ് ചെയ്യും, എഡിറ്റിംഗ് ക്ലോസ് ചെയ്യും. അപ്പോൾ ആരെങ്കിലും ട്രയൽ അലോട്ട്മെൻറ്റിന് എഡിറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫൈനൽ കൺഫർമേഷൻ നടത്താൻ മറന്നു പോകരുത്. ഫൈനൽ സബ്മിഷൻ നടത്തിയെങ്കിൽ മാത്രമേ നിങ്ങളെ അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയൊക്കെ സീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞു തരുന്ന ഒരു സൂചന കൂടിയാണ്. ആ റാങ്ക് ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങളുടെ ആ ഒരു സ്കൂളുകളും കോഴ്സുകളും ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങൾ സ്കൂളുകൾ ഓപ്ഷൻസ് കൊടുക്കുക. പല കുട്ടികളും 10-15 ഓപ്ഷൻസ് മാത്രമേ ചൂസ് ചെയ്തുള്ളൂ. അതായത് ഒരു 5 സ്കൂളിൽ നിങ്ങളുടെ പരിസരത്തുള്ള ഒരു 5 സ്കൂൾ 6 സ്കൂളൊക്കെ നിങ്ങൾ എന്താ പറയുക, സയൻസും കൊമേഴ്സും ഹ്യൂമാനിറ്റീസൊക്കെ കൊടുക്കുമ്പോൾ തന്നെ ഏകദേശം 15 ഓപ്ഷൻ ആവും. 5 മക്കളെ, നിങ്ങൾ പരിസരത്ത് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന മാക്സിമം സ്കൂളുകൾ നിങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ടാവണം. നിങ്ങൾക്ക് സയൻസ് ആണെങ്കിൽ ആദ്യത്തെ കംപ്ലീറ്റ് ഓപ്ഷൻ സയൻസ് തന്നെ കൊടുക്കുക. സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ്, സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ്, സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ്, ഈ രീതിയിലല്ല നിങ്ങൾ കൊടുക്കേണ്ടത്. സയൻസിനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചുറ്റുവട്ടത്തുള്ള എല്ലാ സ്കൂളിലും ആദ്യം സയൻസ് ആണ് കൊടുക്കേണ്ടത്. കൊമേഴ്സ് ആണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ആദ്യം കംപ്ലീറ്റ് കൊമേഴ്സ് ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഹ്യൂമാനിറ്റീസ് ആണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ആദ്യം കംപ്ലീറ്റ് ഹ്യൂമാനിറ്റീസ് ആണ് കൊടുക്കേണ്ടത്. അല്ലാതെ ഒരു സ്കൂളിൽ ആദ്യം 3 ഓപ്ഷൻ കൊടുക്കുന്നു. ഒരു സ്കൂള് GHSS മലപ്പുറം എന്ന് പറയുന്ന ഒരു സ്കൂളുണ്ട് എന്ന് വിചാരിക്കുക. ആ സ്കൂളിൽ സയൻസും പോകാൻ താല്പര്യമുള്ള കുട്ടിയാണ്, ആദ്യം സയൻസ് കൊടുത്തു, എന്നിട്ട് അതേ സ്കൂളിൽ തന്നെ കൊമേഴ്സ് കൊടുത്തു, പിന്നെ അതേ സ്കൂളിൽ തന്നെ കമ്പ്യൂട്ടർ കൊമേഴ്സ് കൊടുത്തു, പിന്നെ അതേ സ്കൂളിൽ തന്നെ ഹ്യൂമാനിറ്റീസ് കൊടുത്തു, എന്നിട്ട് വേറെ സ്കൂളിൽ സയൻസ് കൊടുക്കുന്നു. അങ്ങനെയല്ല കൊടുക്കേണ്ടത്. അത് നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒന്ന് തിരുത്താൻ വേണ്ടി പറ്റും. സയൻസ് ആണെങ്കിൽ കംപ്ലീറ്റ് സയൻസ് കൊടുക്കുക, അതിനുശേഷം കൊമേഴ്സ് കൊടുക്കുക, അതിനുശേഷം ഹ്യൂമാനിറ്റീസ് കൊടുക്കുക. ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം 28-ാം തീയതി ആയിരിക്കും. ആ ഡേറ്റ് കറക്റ്റ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ ട്രയൽ അലോട്ട്മെൻറ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഡേറ്റും പറയും. ഇത്രാം തീയതിക്കുള്ളിൽ നിങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് ഫൈനൽ സബ്മിഷൻ നടത്തണം എന്നുള്ളത് പറയും. ഷമീം സാർ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ ഏതായാലും +1 നിങ്ങൾക്ക് നല്ല അഡ്മിഷൻ, എന്താ പറയുക, നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടട്ടെ എന്ന് തന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ സയൻസ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അഗ്നി ബാച്ച് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എപ്പോഴും കൂടെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് മക്കളാണ് ഫുൾ മാർക്ക് സെറ്റാക്കിയിട്ടുള്ളത്. നമ്മുടെ അഗ്നി ബാച്ചിലൂടെ
520-ൽ 520 മാർക്കും സ്കോർ ചെയ്തിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിലേക്ക് നിങ്ങൾക്കും വരാം, നിങ്ങൾക്കും ഫുൾ മാർക്കൊക്കെ നേടാൻ വേണ്ടി പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ലൈവ് ക്ലാസ്സുകളായിരിക്കും കിട്ടട്ടോ. ലൈവായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സുകളും PDF ക്ലാസ് നോട്ടുകളൊക്കെ അവൈലബിൾ ആണ്. ചാപ്റ്റർ വൈസ് വർക്ക്ഷീറ്റുകളും PYQ വീഡിയോ സൊല്യൂഷൻസും NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസും ചാപ്റ്റർ വൈസ് എക്സാംസും മോഡൽ എക്സാംസും ഒക്കെ നമ്മുടെ ബാച്ചിൻ്റെ പ്രത്യേകതയാണ്. അഗ്നി ബാച്ച് സയൻസ് പഠിക്കുന്ന മക്കൾക്ക് വേണ്ടിയുള്ളതാണ്. ഇനി കൊമേഴ്സ് ആണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ജ്വാല ബാച്ചും അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഈ വീഡിയോ നിങ്ങൾ SSLC ചാനലാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും +1 ചാനൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം ഇനി മുതൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ +1 ചാനലിലൂടെ ആയിരിക്കും നൽകുന്നുണ്ടാവുക. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് വരട്ടെ, അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. എന്തായാലും നിങ്ങളൊരു ടെൻഷനും വേണ്ട, നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ട്രയൽ അലോട്ട്മെൻറ്റിൽ ഉണ്ടാവും. അപ്പോൾ വീണ്ടും കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ.